ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, ചിന്തിക്കുന്നത്, അവരുടെ കറണ്ട് തോട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. എന്താണ് ഈ ഒരു സമയം ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ചിന്തിക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The sun energy, strength, the emperor, knight of wands, fool energy, two of swords, death and rebirth, the lovers, seven of swords, three of wands, eight of pentacles, 10 of swords, 6 of swords, 4 of pentacles, 3 of swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി ഇത് രണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരു റിലേഷൻഷിപ്പ്, മുന്നോട്ടേക്ക് ഒരു ജേണി ഒരുമിച്ച് കണ്ട് ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ, പക്ഷെ പകുതി വെച്ചിട്ട് ഇവർക്ക് ഇവരുടേതായ സ്വപ്നങ്ങൾ എന്നുള്ള സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ച് വാല്യൂ കാര്യങ്ങളെല്ലാം നൽകിയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു ചതി തന്നെ കാണിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വൈകാരികപരമായിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം നൽകി പോയ വ്യക്തികൾ, അങ്ങനെ ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹൈഡിങ്, ഒരു ചീറ്റിംഗ് കൂടെ എനർജി കണക്ട് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും കുറച്ചധികം അവരിപ്പോൾ സ്റ്റക്ക് ആയിട്ടാണ് അവരുടെ ലൈഫിൽ നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ സ്റ്റക്ക് ആവുക എന്ന് പറയുമ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണോ സന്തോഷം കണ്ടെത്തി പോയത് ആ ഒരു സന്തോഷങ്ങൾ അവർക്ക് നേടാനായിട്ട് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാനസികപരമായിട്ടൊരു വേദന, കഠിനമായൊരു വേദന അനുഭവിക്കുന്നുണ്ട്. അതായത് കിട്ടാനുള്ളത് കിട്ടിയതുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചാൽ സ്വാർത്ഥതയോടുകൂടി പോയ വ്യക്തികൾ, ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ആക്ച്വലി ആ ഒരു പഴഞ്ചൊല്ലാണ് നമുക്കിവിടെ കണക്ട് ആവുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ മാറ്റി നിർത്തി അവർ എന്തിന്റെ പുറകെയാണോ പോയത് ആ പോയ സാഹചര്യം കിട്ടിയില്ല, ഇപ്പൊ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളത് സ്വയം വേദനയോടുകൂടി അവർ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ അവരുടെ ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കും എല്ലാം നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്വന്തമായ ലൈഫിന് പ്രാധാന്യം കൊടുത്ത് സ്വാർത്ഥതയോടുകൂടി അവരുടേതായ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് നിങ്ങളെയും കൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയ കാലത്തിലേക്ക് ഓർമ്മകൾ പോകുന്നുണ്ട്. അതോടൊപ്പം മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം നല്ല രീതിക്ക് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് നിലയിലേക്ക് വരുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകളെല്ലാം നല്ല രീതിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജിയിൽ ഇവരൊരു റിസ്ക് എടുക്കണം എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. മനസ്സ് നിറഞ്ഞ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്. അവരായിട്ടാണ് റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് കണക്ട് ആവണം. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അവരുടെ എനർജിയിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു മിസ്സിംഗ് എനർജി കാണുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒറ്റക്കായിട്ട് നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനിലും അവർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നതും നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനോ എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം അവർക്കറിയാം അവർ നൽകിയിരിക്കുന്ന ചതി അല്ലെങ്കിൽ വേദന അത് എത്രത്തോളമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭയമൊക്കെ വരുന്നത്, ഒരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ഭയം ഒരു സൈഡിൽ വരുന്നുണ്ട്, കൺഫ്യൂഷൻ ഒരു സൈഡിൽ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ടെങ്കിലും ലവേഴ്സ് എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായൊരു പ്രണയവും തോന്നുന്നുണ്ട്, സ്നേഹം, ആത്മാർത്ഥത എല്ലാം അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തില് റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു കണക്ഷൻ ഒക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഘടന വരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അതായത് ഒരു 100% 50% ഒരു നല്ല കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 50%മോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് എത്രയെങ്കിലുമൊക്കെ ഒരു പെർസെന്റേജ് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തേ മതിയാവുകയുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തം സന്തോഷങ്ങൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന രീതിയിലല്ല, ചില ഹാപ്പിനെസ്സിന് വേണ്ടി ചില സാഹചര്യങ്ങളെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ നൽകും. ആ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയത്ത് അവർക്കും നിങ്ങളുടെ ബന്ധത്തില് എല്ലാ രീതിക്കും ഒരു പുതിയ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവരുടെ ചിന്തകളിൽ മൊത്തം ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ്. അവർ ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ചിലപ്പോൾ ആക്ഷൻ ഒന്നും എടുത്ത് വന്നിട്ടുണ്ടാവില്ല. അകന്ന് നിൽക്കുന്ന സ്റ്റേജ് തന്നെയായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമായിരിക്കും. പക്ഷെ ഉള്ളിൽ ഒരുപാട് വേദനകളെല്ലാം ഇവരിങ്ങനെ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഘടന വേണം, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒരു രീതി അനുസരിച്ച് പോകണം. അങ്ങനെയൊക്കെ കുറച്ചൊരു പിടിവാശിയുള്ള വ്യക്തികളാണ്. പക്ഷെ ആ ഒരു പിടിവാശികൾക്കെല്ലാം ഒരു അയവ് കൊണ്ടുവരിക എന്നൊരു മെന്റാലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവർ ആദ്യം ചിന്തിക്കുന്ന കാര്യം. അതായത് ചില സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് ഒഴിവാക്കണം. അവരുടെ പിടിവാശി അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥത അതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന് കോട്ടം വരുത്തുന്ന ഒരു സിറ്റുവേഷൻ സാഹചര്യമാണെങ്കിൽ അതിനൊക്കെ ചെറിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സ്വയം അവർ തയ്യാറാവുകയാണ്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ രീതിയിലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമൃദ്ധി, ഒരു ബ്രൈറ്റ്നെസ് അത് നേടുക തന്നെ വേണം. അതുപോലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നല്ല ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവരുടെ പിടിവാശി, ഇവർ ഭയങ്കര പിടിവാശിയും സ്വാർത്ഥതയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവർ കുറച്ച് ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയായിരിക്കും. ഇവർ നേരെ തിരിച്ചും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ എനർജി ഇവിടെ കണക്ട് ആവുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ക്യാരക്ടർ അല്ല, രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ ഇമോഷൻസ്, സ്നേഹം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കും. ഇവർ നേരെ തിരിച്ചാണ്. ഭയങ്കരമായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യേണ്ട രീതി ആയിരിക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം.
രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടേതായ ക്യാരക്ടറുകളെയും മനസ്സിലാക്കി മുന്നോട്ടേക്ക് ഒരുമിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്തവരാണ്. അപ്പൊ അത്രത്തോളം ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുകയാണ്. സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ഇവർ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഇതിനു വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുകയാണ്. അവർക്കൊരു ചെറിയ കൺഫ്യൂഷന് ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ എല്ലാം അവരൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇവിടെയും അവരുടെ ഒരു സ്വാർത്ഥത വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം ആ ഒരു സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തയ്യാറല്ല, എന്തു വന്നാലും ഞാൻ നേടും എന്നുള്ളൊരു വാശിയോട് കൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇവിടെ ഒരുങ്ങുന്നതായിട്ട് കാണാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രക്ചർ തിരിച്ചെടുക്കുക, വീണ്ടെടുക്കുക എന്നുള്ളത് ഇവരുടെ തന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഇവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്ക് ഉള്ള ഒരു സ്വപ്നങ്ങൾ കണ്ട് മാറിപ്പോയത്, അതേ സ്പീഡിൽ തന്നെ അവിടെ നിന്ന് നിങ്ങളിലേക്കുള്ള യാത്ര ഇവർ തിരിക്കുന്നുണ്ട്. സ്വാർത്ഥതയോടുകൂടി ഇവരുടെ ഇമോഷൻസ് ഇവര് തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ഹൈഡിങ് കാര്യങ്ങൾ എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോ അവർക്ക് അതിലൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അതായത് അവർ മനസ്സിലാക്കുന്നുണ്ട്, സ്വാർത്ഥതയോടുകൂടി ചിന്തിച്ച് എന്ന് വെച്ചാൽ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് സ്വാർത്ഥതയോടുകൂടി ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും വളർച്ചയിലേക്ക് എത്തില്ല. മുരടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാക്കല് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പൊ അവർ അനുഭവിക്കുന്ന ഒരു പെയിൻ എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള വേദന, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നും ആകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വേദന, അതുപോലെ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു ചീറ്റിംഗ്, ഒരു ചതി അവർ നേരിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങളുടെ കണ്ണുനീരൊക്കെ കണ്ട് സന്തോഷങ്ങൾക്ക് വേദന നൽകി പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു വേദന മറ്റെവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കരിയറിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കാം. എന്തായാലും ഒരു വേദന തിന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അവരുടെ കൂടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്കിടയിൽ ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു ഹെൽത്തി കോൺവെർസേഷൻ ഒക്കെ നടത്തി അങ്ങനെ ഒരു ബോണ്ടിങ് എടുത്ത വ്യക്തികളാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം, സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന കെയറിങ്, നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സപ്പോർട്ട്, ഇതെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരതെല്ലാം എടുത്ത് നോക്കുക, നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുക, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുത്ത് നോക്കുക. ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് തന്റെ ലൈഫിൽ തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണല്ലോ ഇത് എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളഞ്ഞത് അവരുടെ ലൈഫിലെ ഒരു തെറ്റായ ഡിസിഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് കണ്ട ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പൊ നിങ്ങളിലേക്കൊരു യാത്ര, അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്ര ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടി വളരെ പ്രിപ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് എഫേർട്ട് എടുക്കാൻ തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് കണക്ട് ആവുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ലവേഴ്സ് എനർജി വരുമ്പോൾ ഒരു പ്രണയം എന്നുള്ള രീതിക്ക് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് വീണ്ടെടുത്ത് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കണക്ഷൻ അതിനെ നിലനിർത്തുന്ന രീതിയിലാവണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് അവർ ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത്. ഡീപ് ഡൈവ് ആണ് വന്നിരിക്കുന്നത്. റീകമ്മിറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ബിലോങ്ങിങ്സ്, സീക്രട്ട് ഗാർഡൻ, expression,
മിറർ, ബ്രിഡ്ജ്, ട്രഡീഷൻ, കമ്മിറ്റ്മെന്റ് അഗെയിൻ വന്നിട്ടുണ്ട്, സ്പാർക്ക്, പ്ലേ, റീമീറ്റ്, അൺകണ്ടീഷണൽ ലവ്, ചെയിൻ, ട്രാൻസ്ഫോർമേഷൻ. ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റിലീസ് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, വേദനകൾ, അത് നിങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആഴത്തിൽ ഒരുപാട് മുറിവ് ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയുമാണ്. അപ്പൊ അങ്ങനത്തെ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക എന്നൊരു മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം പാസ്റ്റിൽ കഴിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു ബേർഡൻ പോലെ ഇങ്ങനെ ഭാരം ചുമന്നുകൊണ്ട് ഇനിയും പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം കംപ്ലീറ്റ്ലി ഒരു മാറ്റം കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ആദ്യ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ വീണ്ടും ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിങ് തിരികെ കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് ഫ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ പറന്നുയരുക, ഒരുമിച്ച് തന്നെ സ്വപ്നം കണ്ട ആ ഒരു ജീവിതത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളൊരു മെന്റാലിറ്റി അത് ഇവരിൽ കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഡീപ് ഡൈവ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവര്. പരസ്പരമുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ലവിങ് അതാണ് ഇവർക്ക് ഈ ഒരു സമയത്ത് ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. ഇവിടെ റീകമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകി കാര്യങ്ങളൊക്കെ നൽകി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന വ്യക്തികളാണ്. അങ്ങനെയാണ് നിങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പകുതി വെച്ച് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ അവരുടെ തെറ്റ് അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നത് കൊണ്ടും വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു റീകമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ ഒരു അവസരം കൂടി അവർക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹമാണത്. ആ ഒരു റീകമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ പരസ്പരം നല്ല രീതിക്ക് ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതും നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട സീക്രട്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ ഒരു എന്താ പറയാ നിങ്ങളുടേതായ ഒരു ഇമാജിനറി വേൾഡ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ക്രിയേറ്റ് ചെയ്ത ഇമാജിനറി വേൾഡിനെ ബിൽഡ് ചെയ്തെടുക്കുക, പ്രാക്ടിക്കലി ബിൽഡ് ചെയ്യുക. ആ ഒരു ട്രൂ ലവ് പരസ്പരം ഷെയർ ചെയ്ത് എന്ന് വെച്ചാൽ ആ ഒരു ഹേർട്ട് രണ്ടുപേരുടെയും ഹൃദയം തമ്മിൽ വീണ്ടും ഒന്ന് കണക്ഷൻ, അത് ആ ഒരു കണക്ഷൻ കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന സ്നേഹം, പ്രണയം എല്ലാം ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു പ്രണയം അവരിൽ ഈ ഒരു സമയത്ത് തോന്നുന്നത് കൊണ്ട് അതൊക്കെ നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ ആയിട്ടോ ഒക്കെ നിങ്ങളെ വിളിക്കുമ്പോൾ പറയാനും സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവർ അതിനെ ബാലൻസ് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ മിറർ ആണ്. മിറർ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെയാണ് അവർ ഈ ഒരു സമയം അവരിലും കാണുന്നത്. പരസ്പരം നിങ്ങൾ തമ്മിൽ ഒരു റിഫ്ലക്ഷൻ പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കും. കാരണം അവർക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷന്റെ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ വീണ്ടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരിക. ട്രഡീഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയിരിക്കുന്ന കാലങ്ങളാണ്. നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന കാലം പകുതി വെച്ച് സ്റ്റോപ്പ് ആയി പോയി എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഒരു തീജ്വാല പോലെ അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ആ ഒരു എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ്, ഇവിടെയാണെങ്കിലും റീകമ്മിറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഇവിടെയാണെന്നുണ്ടെങ്കിലും എഗെയിൻ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കാനായിട്ട് ഇവരിപ്പോൾ എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അവർ തയ്യാറല്ല.
അപ്പൊ വേദന, പ്രശ്നങ്ങള്, കാര്യങ്ങളൊക്കെ വന്നപ്പോ പേടിച്ച് വിറച്ച് ആക്ഷൻ എടുക്കുന്നില്ല എന്നൊരു മെന്റാലിറ്റിയിലല്ല ഇവർ നിൽക്കുന്നത്. എന്ത് വന്നാലും മുന്നോട്ടേക്ക് വരാൻ തയ്യാറാണ്. വരുന്നത് വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ്. കാരണം ഇവിടെ സ്പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരിലേക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇമോഷണലി അവരെ വീക്ക് ആക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതായത് അവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ അവരിലേക്ക് കണക്ട് ആകുമ്പോൾ എത്രത്തോളം അവർ പ്രകടിപ്പിക്കാതെ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ആ ഒരു ചരട് അവിടെ പൊട്ടിപ്പോവാണ്. അവർക്കത് എക്സ്പ്രസ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അവർ നിൽക്കുന്നത്. അതാണ് ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ എന്ന് പറയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു കോഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടി ട്രസ്റ്റോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം, അത് തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റ് ആവുന്നത്. ഒരു കളിതമാശ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയമെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഇനി അങ്ങനെയല്ല. ഈ റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊരു മുന്നോട്ടേക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിട്ടൊക്കെ പോകാൻ ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു അറ്റുപോയ നിങ്ങളുടെ ചെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷനെ വീണ്ടും ഒന്ന് കൂട്ടിച്ചേർക്കുക. കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരിക. ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ റീമീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. വീണ്ടും നിങ്ങളെ ഒന്ന് കാണണം. അതായത് ആ ഒരു ഫസ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയാണോ ആ ഒരു വ്യക്തി കടന്നു വന്നത്, ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഹൃദയത്തോടു കൂടി അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തോടു കൂടി ആ ഒരു കണ്ണുകൾ നോക്കി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ സംസാരിക്കണം. ആ ഒരു അൺകണ്ടീഷണൽ ലവ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങളോട് അവർക്ക് എക്സ്പ്രസ് ചെയ്ത് തന്നെ കാണിക്കണം. എന്നുവെച്ചാൽ ഉള്ളിൽ വെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, തുറന്ന് തന്നെ കാണിക്കണം. അത് പരസ്പരം ആ ഒരു കണ്ണുകളിലൂടെ എന്ന് പറയുമ്പോൾ ഫോണിൽ കൂടി അത് സാധിക്കില്ല. നേരിട്ട് തന്നെ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ കൂടുതലായിട്ടൊന്നും ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവർ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ എന്ന ഒരുപാട് ആഗ്രഹമുണ്ട്. പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ പുറമെ അവർ ഞാനൊന്നും കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊരു മെന്റാലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെയധികം ഒരു സ്ട്രോങ് കണക്ഷൻ അവർക്ക് എന്തായാലും നിങ്ങളോട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതായിട്ട് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഭൂതകാലം അല്ലെങ്കിൽ ആ ഒരു ഇരുളടഞ്ഞ ഭൂതകാലത്തെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാനായിട്ട് അവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കാനും ചിന്തിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു കണക്ഷൻ കൊണ്ടുവന്ന് നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പൊ റീഡിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനും വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരെ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം തന്നെ എനർജിയെയും ക്ലെയിം ചെയ്യുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.